ഹലോ ഗൈസ്, ട്യൂട്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പരിചയപ്പെട്ടിരുന്നു അല്ലേ മക്കളെ? പഠിക്കുന്നുണ്ടോ? എക്സാമിന് അടുക്കാറായി. എക്സാം അടുക്കുന്ന സമയത്ത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ സെക്സ് ഓർഗൻസും അവയുടെ ആക്സസറി ഡക്റ്റുകളെയും പരിചയപ്പെട്ടു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ ആയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറെ പാർട്സുകളൊക്കെ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, എക്സാമിന് ഷുവർ ആണ്. ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും, ഡയഗ്രാം വരച്ച് റെപ്രസെന്റ് ചെയ്യാനും ചോദിക്കും. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിങ്ങുകളും ലഭ്യമാണ്. അപ്പോൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്, ഇവിടെ താഴെ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളുടെ സുരക്ഷ, നിങ്ങളുടെ ഭാവി ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ഡിസിഷൻ എടുക്കാൻ വൈകരുത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. പരീക്ഷയ്ക്ക് ഏറെ സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് നിങ്ങൾ ഷുവറായിട്ടും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും +2-ന് എക്സാമിന് വരുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നിട്ട് ആ പാർട്സ് ലേബിൾ ചെയ്യാൻ വരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വരച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഹിൻസ് അനുസരിച്ചിട്ട് ആ പാർട്സ് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തൊക്കെ പാർട്സുകളാണ് കാണപ്പെടുക? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിച്ചു. അതിന് പ്രൈമറി സെക്സ് ഓർഗൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഉണ്ട്. പ്രൈമറി സെക്സ് ഓർഗൻസ് ആയിട്ട് അവിടെ എന്താ മക്കളെ പരിചയപ്പെട്ടത്? നമ്മൾ ടെസ്റ്റിസ് ആണ്, ഒരു പെയർ ടെസ്റ്റിസ്. ആ ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന സ്പേം, ആ സ്പേമിനെ ക്യാരി ചെയ്യുന്ന കുറെ ഡക്റ്റുകൾ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഇത്രയും പാർട്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചത്. അതേ സെയിം കേസ് തന്നെ പാർട്സുകൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവിടെയും നമുക്ക് എന്ത് കാണാം? സെക്സ് ഓർഗൻസിനെ കാണാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട പ്രൈമറി സെക്സ് ഓർഗൻ എന്നറിയപ്പെടുന്നത് ഒരു പെയർ ഓവറീസ് ആണ്, ഒരു ജോഡി അണ്ഡാശയങ്ങൾ എന്ന് മലയാളം മീഡിയംകാർ പറയും. എവിടെയാണ് ഈ അണ്ഡാശയങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓവറീസ് കാണപ്പെടുന്നത് സ്ത്രീയുടെ പെൽവിക് ഗീർഡിലിന് ഇരുവശവും, ഇടുപ്പെല്ലിന് ഇരുവശങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഓവൽ ഷേപ്പോട് കൂടിയ വളരെ ചെറിയ വലിപ്പമുള്ള ഒരു ജോഡി അവയവങ്ങളാണ് ഇതെന്നറിയപ്പെടുക അണ്ഡാശയങ്ങൾ അഥവാ ഓവറീസ് എന്നറിയപ്പെടുക. ഓവറീസ്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഓവറീസ്. സോ ഓവറീസിന്റെ ഷേപ്പ് ഏതാണ്? ഓവൽ ഷേപ്പ് ആണ്. ആദ്യം അത് പഠിച്ചു വെക്കണം. രണ്ടാമത്തെ പോയിന്റ്, അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ഐദർ സൈഡ് ഓഫ് ദ പെൽവിക് ഗീർഡിൽ. അപ്പൊ ഇടുപ്പെല്ലിന് ഇരുവശങ്ങളിലുമായിട്ടാണ് ഓവറീസ് കാണപ്പെടുക. ഇനി എന്താണ് മക്കളെ ഓവറീസിന്റെ ഫംഗ്ഷൻ? യെസ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓവറി വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് വാട്ട്? ഓവം. ഓക്കെ, ഈ ഓവത്തെയാണ് എന്തെന്ന് അറിയപ്പെടുക? ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ സ്ത്രീയുടെ പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് കണക്കാക്കപ്പെടുന്നത് ഒരു ജോഡി ഓവറീസ് ആണ്. അതാണ് എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓവം അഥവാ അണ്ഡത്തെ ഉൽപ്പാദിപ്പിക്കുക. സോ എവറി മന്ത്, ഓരോ മാസവും സ്ത്രീ ഓവറിയിൽ നിന്ന് ഒരു മെച്ചർ ആയിട്ടുള്ള ഓവത്തെ റിലീസ് ചെയ്യുന്നു. ആ ഒരു സൈക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട്, മെനസ്ട്രൽ സൈക്കിൾ കേട്ടോ. അപ്പോൾ ഒരു മാസത്തിൽ എന്ന് പറയാൻ നമുക്ക് ഏകദേശം ഒരു 28 ദിവസം എടുക്കാം. ആ 28 ദിവസത്തില് ഒരു ദിവസം എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഓവം റിലീസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് മെനസ്ട്രൽ സൈക്കിൾ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ കൃത്യം 14ാമത്തെ ദിവസം എന്ത് റിലീസ് ചെയ്യും? കഥാനായികയായിട്ടുള്ള ആരെയാണ്? ഫീമെയിൽ ഗ്യാമീറ്റിനെ റിലീസ് ചെയ്യും. ഓക്കെ, ചില കേസുകളിൽ 14 അല്ലെങ്കിൽ 13, 15 ഈ ഒരു റേഞ്ച് സ്വാഭാവികമായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു ജോഡി ഓവറീസ്. ഇനി അടുത്ത ഫംഗ്ഷൻ നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഓവറിക്ക് ചില തരത്തിലുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. പ്രധാനമായിട്ടും ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അതുപോലെ തന്നെ അടുത്ത ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. ക്ലിയർ? അപ്പൊ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്
ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ഒരു സ്ത്രീ പ്രൊഡ്യൂസ് ചെയ്യുക. സ്ത്രീയുടെ ആര്? ഓവറി പ്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് ഇതിന്റെ റോൾ എന്നറിയപ്പെടുക? ഈസ്ട്രജൻ എന്ന് പറയുന്നത് സ്ത്രീയുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ സ്ത്രീയുടെ മെനസ്ട്രൽ സൈക്കിളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ എന്നാണ് അറിയപ്പെടുക. ഈ പ്രൊജസ്ട്രോണിനെ തന്നെ പ്രഗ്നൻസി ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. നമുക്കറിയാം സ്പേമും ഓവവും കൂടെ ഫെർട്ടിലൈസ് ചെയ്യും അല്ലെ, ഫെർട്ടിലൈസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ടിൽ നിന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് തക്ക വിധത്തിലുള്ള എന്തുണ്ടാക്കി കൊടുക്കണം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം യൂട്രസിനകത്ത്, അല്ലെങ്കിൽ അതിന് തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഘട്ടത്തിലേക്ക് എത്തുക. ഓക്കെ, ക്ലിയർ? അപ്പൊ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കും. ഏതാണ് മക്കളെ? പ്രൊജസ്ട്രോൺ. മറക്കരുത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പാർട്ട്, ഓവറി ഓവത്തെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ആ ഓവത്തെ കടത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ആക്സസറി ഡക്റ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തെ ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഓവിഡക്റ്റിനെ പരിചയപ്പെടാം. എക്സാമിന് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓവിഡക്റ്റ് എന്ന് കാണുകയില്ല. അപ്പോൾ മറ്റൊരു ടേം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അതിന്റെ മറ്റൊരു പേരാണ് ഫലോപ്പിയൻ ട്യൂബ്. എന്താ മക്കളെ വിളിക്കുക? ഫലോപ്പിയൻ ട്യൂബ് എന്നാണ് വിളിക്കുക. ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ആര് നമ്മുടെ സ്പേം കഥാനായകനും കഥാനായികയുമായിട്ടുള്ള ഓവവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എവിടെയാ മക്കളെ? ഫലോപ്പിയൻ ട്യൂബിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ ഫലോപ്പിയൻ ട്യൂബിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാ. ഓക്കെ, ബിഫോർ ദാറ്റ് അപ്പൊ നമ്മൾ ഓവറീസ് പഠിച്ചു, ഓവിഡക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ ആക്സസറി ഡക്റ്റിൽ വരുന്നതാണ് യൂട്രസ്, ഗർഭാശയം. സെർവിക്സ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. സെർവിക്സിന് തൊട്ട് താഴെ കാണപ്പെടുന്ന റീജിയൻ ആണ് ഇത് വജൈന. ഓക്കെ, അപ്പൊ ആക്സസറി ഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ആയിട്ടൊക്കെ ചോദിക്കുക അല്ലെ, ജസ്റ്റിഫൈ ദ റീസൺ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, പ്രൈമറി സെക്സ് ഓർഗൻ പരിചയപ്പെട്ടു, ദെൻ ആക്സസറി ഡക്റ്റ് ഏതാ? ഓവിഡക്ട്സ്, യൂട്രസ്, സെർവിക്സ് ആൻഡ് വജൈന. ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അത് കൂടാതെ പുരുഷന്മാരിലെ പോലെ തന്നെ സ്ത്രീക്കും എന്ത് കാണപ്പെടുന്നുണ്ട്? എക്സ്റ്റേണൽ ജെനിറ്റാലിയ അഥവാ ബാഹ്യ ജനനേന്ദ്രിയ അവയവം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അത്, നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ ഇത്രയും കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഗ്ലാൻഡ് ആണ് ബ്രസ്റ്റ് ഗ്ലാൻഡ് അഥവാ മാമറി ഗ്ലാൻഡ്സ്. ഈ മാമറി ഗ്ലാൻഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, കുട്ടി അഥവാ യങ് വൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? ഫീഡ് ചെയ്യണം അല്ലെ. അമ്മയിൽ നിന്ന് ആദ്യമായിട്ട് കിനിയുന്ന ഒരു മുലപ്പാലുണ്ട്. ആ മുലപ്പാലിനെ നിങ്ങൾ പഠിക്കും, അതിന്റെ പേര് കൊളസ്ട്രം എന്നാണ്. അപ്പൊ മാമറി ഗ്ലാൻഡുകൾ സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? മിൽക്ക് ഫീഡിങ് കുട്ടിക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഇതും ഈ പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് ഓവറീസിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാ? ഓവിഡക്റ്റിനെ കുറിച്ചിട്ടാ. ഓക്കെ, നിങ്ങൾ കാണുന്ന കണ്ടോ ചിത്രത്തില്? ഇതാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ. ഈ കാണുന്നതാണ് ഓവറി. ഓക്കെ, നമുക്കപ്പോ ഓവറി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഓവറി. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ പെൽവിക് ഗിഡിലിന് ഇരുവശങ്ങളിലായിട്ട് കാണപ്പെടുന്ന സൊള്ളനായിട്ട് കാണപ്പെടുന്ന ഓവലാകൃതിയുള്ള ഭാഗം, ഇതാണ് ഓവറി എന്ന് പറയുക. ഈ ഓവറിയാണ് മാസത്തിൽ ഒരിക്കൽ എന്ത് മെച്ചർ ആയിട്ടുള്ള ഓവത്തെ റിലീസ് ചെയ്യുന്നത്. ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. ചോദിക്കും കേട്ടോ, 1 മാർക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് ഓവുലേഷൻ? ദ പ്രോസസ് ഓഫ് എങ്ങനത്തെ പ്രോസസ്സാ? റിലീസ് ഓഫ് ഓവം ഫ്രം ദി ഓവറി. അപ്പൊ മെച്ചുർ ആയിട്ടുള്ള ഓവത്തെ റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇതെന്ന് അറിയപ്പെടുക ഓവുലേഷൻ എന്നറിയപ്പെടുക. നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, സ്റ്റാർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഓവത്തെ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. സപ്പോസ് ഇതാണ് ഓവ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഈ ഓവ എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ഈ ഓവിഡക്റ്റ് കണ്ടോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഓവിഡക്റ്റ്. ഇത്രയും പാർട്ടാണ് ഓവിഡക്റ്റ് എന്നറിയപ്പെടുക. ഓവിഡക്റ്റിന്റെ മറ്റൊരു പേരെന്താ വിളിച്ചത്? ഫലോപ്പിയൻ ട്യൂബ്. എന്താ വിളിക്കുക? ഫലോപ്പിയൻ ട്യൂബ്. അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടെ ഉണ്ട്, യൂട്രൈൻ ട്യൂബ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല എങ്കിൽ പോലും നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അഡീഷണൽ ആയിട്ട് കുറെ ടെർമിനോളജി പഠിക്കുന്നത് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിൽ ഉപകാരപ്പെടും.
ഓക്കെ, അപ്പം ഓവിഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പേര് എന്താ, ഫലോപ്പിയൻ ട്യൂബ്. ഇനി നമുക്ക് എന്ത് നോക്കാം മക്കളെ, ഒരു ഓവിഡക്റ്റിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദേ ഓവിഡക്റ്റിന്റെ ആദ്യം കാണപ്പെടുന്ന ഭാഗം ദേ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഫണൽ ആകൃതി, ഒരു ഫണൽ ഷേപ്പിലുള്ള ഒരു ഭാഗം, ഇത്രയും പോർഷൻ. ഈ ഫണലാകൃതിയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇൻഫെന്റിബുലം. എന്താ വിളിക്കുക, ഇൻഫെന്റിബുലം. അത് ഓർത്തിരിക്കാൻ എളുപ്പമാ. ഇത് നോക്കിക്കേ, ഇവിടെ ഒരു വാക്കുണ്ടോ, ഫൺ. ഫൺ മീൻസ് വാട്ട്, ഫണൽ. അങ്ങനെ ഓർത്ത് വെക്കണം. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ്, ഓവിഡക്റ്റിന്റെ ആദ്യത്തെ ഭാഗം എന്ന് അറിയപ്പെടുന്നത് ഏതാ മക്കളെ, ഫലോപ്പിയൻ ട്യൂബ്. സെറ്റ് അല്ലേ? സോറി, ഓവിഡക്റ്റിന്റെ ആദ്യത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ് മക്കളെ, ഇൻഫെന്റിബുലം. മറക്കരുത്. ഓക്കെ, അതിനുശേഷം കാണപ്പെടുന്ന ഇൻഫെന്റിബുലത്തിന് തുടർച്ചയായിട്ട് കാണപ്പെടുന്നത് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് കേട്ടോ, ഒരു വൈഡൻ പാർട്ട്, ഒരു വീതിയേറിയ ഒരു ഏരിയ ഉണ്ട്. ഈ വീതിയേറിയ ഏരിയ വിളിക്കുന്ന പേരാണ് ആംപ്യുള. എന്താ വിളിക്കുക, ആംപ്യുള എന്നാണ് വിളിക്കുക. ഓക്കെ, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു, എവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? അപ്പോഴ് കുട്ടികൾ ആൻസർ ചെയ്യുന്ന ഏതാണ്, ഫലോപ്പിയൻ ട്യൂബ്. ശരിയാ, ഫലോപ്പിയൻ ട്യൂബ് വെച്ചിട്ടാ ഫെർട്ടിലൈസേഷൻ നടക്കുക അല്ലേ? ദേ ഇതുവഴി സ്പേം എൻട്രി ഉണ്ടാകും കണ്ടോ, വജൈനയിലേക്ക് സ്പേം വരുന്നു. ദെൻ ഇതുവഴി നമ്മുടെ എന്താ ഓവറി ഓവത്തെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, കണ്ടുമുട്ടുന്നു. അപ്പൊ ലക്ഷക്കണക്കിന് സ്പേം ആണ് ആരുമായിട്ട് കൂടിച്ചേരാനായിട്ട് മത്സരമാ, കോമ്പറ്റീഷനാ. എനിക്ക് ആദ്യം കയറണം, എനിക്ക് ആരുമായിട്ട് കണ്ടുമുട്ടണം, നമ്മുടെ കഥാനായികയായിട്ടുള്ള ഓവമായിട്ട് കണ്ടുമുട്ടണം എന്ന് പറയും. പക്ഷേ ഒരൊറ്റ സ്പേം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഓവമായിട്ട് കൂടിച്ചേരുകയുള്ളൂ. ഏറ്റവും മൂവബിൾ കപ്പാസിറ്റി ഉള്ള, ഏറ്റവും എനർജി ഉള്ള, ഏറ്റവും നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സ്പേം ആയിരിക്കും, അല്ലെങ്കിൽ സ്പേമിന്റെ ന്യൂക്ലിയസ് ആയിരിക്കും ഓവത്തിന്റെ ന്യൂക്ലിയസുമായിട്ട് എന്ത് ചെയ്യുക, ഫ്യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. തീർച്ചയായിട്ടും ടീച്ചേഴ്സ് അവിടെ മാർക്ക് കൊടുക്കണം. പക്ഷേ നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ പഠിക്കണം ഏത് ഏരിയ, ആംപ്യുള. So this is the most widest part in the fallopian tube. ഓക്കെ, ഫലോപ്പിയൻ ട്യൂബിലെ ഏറ്റവും വീതിയേറിയ ഏരിയ എന്നറിയപ്പെടുന്നത് ആംപ്യൂളയാണ്. ഇവിടെ വെച്ചിട്ടാണ് ആരുടെ സംഗമം നടക്കുന്നത്, അണ്ടത്തിന്റെയും ബീജത്തിന്റെയും സംഗമം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു അറിയാമോ, അതിന്റെ ഉത്തരം ആംപ്യുളറി ഇസ്തമിക് ജംഗ്ഷൻ എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തുവാ ഇസ്തമസ് എന്നല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചു ഈ ഒരു സൊള്ളൻ ഏരിയ ആണ് ഏതെന്ന് പറയുക, ആംപ്യൂള എന്നറിയപ്പെടുക. ആംപ്യൂളയ്ക്ക് ശേഷം നിങ്ങൾ കാണുന്ന കണ്ടോ, ദേ ഒരു വീതി കുറഞ്ഞ ഏരിയ, ഈ ഏരിയ കണ്ടോ, ഒരു വീതി കുറഞ്ഞ ഏരിയ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വീതി കുറഞ്ഞ ഏരിയയെ വിളിക്കുന്ന പേരാണ് ഇസ്തമസ്. എന്താ വിളിക്കുക, ഇസ്തമസ് എന്നാണ് വിളിക്കുക കേട്ടോ, ഇസ്തമസ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഏതായിരുന്നു അതിന്റെ ഉത്തരം, ആംപ്യൂളയ്ക്കും ഇസ്തമസിനും ഇടയിൽ വരുന്ന സ്ഥലം, അവിടെ വെച്ചിട്ടായിരുന്നു എന്ത് ഫ്യൂസ് ചെയ്യുക, ഓവവും സ്പേം തമ്മിൽ ഫ്യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട. അക്കോർഡിംഗ് ടു യുവർ NCERT നിങ്ങൾ പഠിക്കേണ്ട ഉത്തരം ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കണം, ആംപ്യൂള എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഓവിഡക്റ്റിന്റെ ഭാഗങ്ങളെ പരിചയപ്പെട്ടു. ഏതൊക്കെയൊന്ന് പറഞ്ഞ് എന്നോടൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് പാർട്ട് എന്നറിയപ്പെടുന്ന ഏതായിരുന്നു മക്കളെ, ഫസ്റ്റ് പാർട്ട്, യെസ്, ഓവിഡക്റ്റിന്റെ ഫസ്റ്റ് പാർട്ട്, യെസ്, ഇൻഫണ്ടിബുലം, ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. സെക്കൻഡ് പോർഷൻ ഏതാ പറഞ്ഞത്, വൈഡൻ ഏരിയ ആയിട്ടുള്ള ഏതാണ്, ആംപ്യൂള, ആംപ്യൂള. ഓക്കെ, മൂന്നാമത്തെ ഭാഗം ഏതാ പറഞ്ഞേ, നാരോ ആയിട്ടുള്ള റീജിയൻ ആയിട്ടുള്ള ഏതാണ്, ഇസ്തമസ് ആണ്, ഇസ്തമസ്. മറക്കരുത് കേട്ടോ. ഓക്കെ, ഇസ്തമസ്. ക്ലിയർ ആണേ? ഓക്കെ, സെറ്റാണ്. ഇനി മക്കളെ ദേ നിങ്ങൾ നോക്കിക്കേ, ഇതല്ലയോ ഞാൻ പറഞ്ഞ ഇൻഫണ്ടിബുലം, ഈ ഫണൽ ഷേപ്ഡ്. ഈ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. നിങ്ങളുടെ കൈവിരലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അല്ലേ, ഒരു കൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിംഗർ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന കാണാം, ലൈക്ക് ദാറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത്, കുറെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നത്. കണ്ടോ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഇതിന്റെ പേരാണ് എന്ത് മക്കളെ, ഫിംബ്രിയെ. എന്താ വിളിക്കുക, ഫിംബ്രിയെ. എന്തിനായിരിക്കും ഫിംബ്രിയെ? ഓക്കെ, നമുക്കറിയാം നമ്മൾ ക്രിക്കറ്റ് മാച്ച് ഒക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളാണ്. സാധാരണഗതിയിൽ ഒരു ബോൾ വരുമ്പോൾ എന്ത് ചെയ്യും, ബോൾ കീപ്പേഴ്സ് അത് ക്യാച്ച് ചെയ്യും അല്ലേ. എന്ന് പറയാൻ ആ ബോളിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹാൻഡും നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന
ഓവത്തെ ക്യാച്ച് ചെയ്യണം അല്ലേ? ക്യാച്ച് ചെയ്ത് എവിടേക്കാ കൊടുക്കേണ്ടത്? ഈ പറയുന്ന ഫലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ ആര് വേണം? ഫിംബ്രിയ വേണം. സോ ക്യാച്ച് ദ ഓവം അല്ലേ? ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തെ ക്യാച്ച് ചെയ്യാനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സ്പേമിന് മൂവ് ചെയ്യാൻ പറ്റും, ആണോ? ഓവത്തിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കമ്പാരിറ്റീവ്ലി സൈസ് നോക്കിക്കഴിഞ്ഞാൽ സ്പേം വളരെ സ്ലെൻഡർ ആണ്, മെലിഞ്ഞതാണ്. ഓവം കുറച്ചും കൂടെ എന്താണ്? വലിപ്പമേറിയതാണ്. ന്യൂക്ലിയസ് ഓവത്തിനാണ് വലിപ്പം കൂടുതലെന്ന് നിങ്ങൾക്കറിയാം. ചോദ്യം ഇതാണ്, നമ്മുടെ സ്പേമിന് മൂവ് ചെയ്യാൻ പറ്റും, ഓവത്തെ സമീപിക്കാനായിട്ട് പറ്റും. പക്ഷെ ഓവത്തിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇതെങ്ങനെ ഇതിൽ കൂടെ മൂവ് ചെയ്യുന്നേ അല്ലേ? അത് ഇവിടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഓവത്തിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് കൂടെ മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ ഈ പറയുന്ന ഫലോപ്പിയൻ ട്യൂബിനകത്ത് എന്തുണ്ട് മക്കളെ? സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇതിനകം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സീലിയകൾ, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ഓവത്തെ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യിപ്പിക്കാൻ. കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇതിനുള്ളിൽ കൂടെ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സീലിയേറ്റഡ് എപ്പിത്തീലിയം വേണം. ലെയർ ഓഫ് ടിഷ്യൂ, ഓക്കെ, വിച്ച് ഇസ് മേഡ് അപ്പ് ബൈ സീലിയ. അതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ നിങ്ങൾ ഏതാ ഇപ്പം പഠിച്ചത്? ഓവിഡക്റ്റിനെ പരിചയപ്പെട്ടു. ചോദിക്കുവേ, ഉറപ്പ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഓവിഡക്റ്റ് കഴിഞ്ഞല്ലേ? ആക്സസറി ഡക്റ്റ്. നെക്സ്റ്റ് പോർഷൻ യൂട്രസ്. ഓക്കെ, ദേ ഇതാണ് നമ്മുടെ യൂട്രസ് എന്ന് പറയുന്ന ഭാഗം. കണ്ടോ, യൂട്രസിന്റെ ഷേപ്പ് എങ്ങനെയാ? ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലയോ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് യൂട്രസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിയർ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ പിയർ ഫ്രൂട്ട് തല തിരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് സ്ട്രക്ചർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ യൂട്രസിന്റെ മുകൾ ഭാഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർക്ക് ഷേപ്പ് പോലെ കാണുന്നില്ലേ? ഒരു ഡോം ഷേപ്പ്, ഒരു ഗോപുരത്തിന്റെ ആകൃതി പോലെ കാണപ്പെടുന്നില്ലേ? അപ്പൊ അതുപോലെ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ യൂട്രസിനുള്ളത്. അപ്പൊ യൂട്രസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് യൂട്രസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ തരാം. അപ്പൊ ദേ നമ്മുടെ യൂട്രസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു. ഇതാണ് നമ്മുടെ യൂട്രസ് എന്ന് സങ്കല്പിക്കുക. ഇവിടെ ഫലോപ്പിയൻ ട്യൂബ് ഉണ്ടേ. ഓക്കെ, ഇവിടെ ഫലോപ്പിയൻ ട്യൂബ് ഉണ്ടേ, മറക്കില്ല. അപ്പൊ യൂട്രസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് സ്ട്രക്ചർ. ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് സ്ട്രക്ചർ. ഈ യൂട്രസിന്റെ ഈ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഡോം ഷേപ്ഡ് ആകൃതി നിൽക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചോ? ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് ഫണ്ടസ് റീജിയൻ എന്നാണ്. എന്ത് റീജിയൻ ആണ്? ഫണ്ടസ് റീജിയൻ. അപ്പൊ യൂട്രസിന്റെ ടോപ്പ് പോർഷൻ ഏതാ മക്കളെ? ഫണ്ടസ് റീജിയൻ. ഇനി നോക്കിക്കേ, യൂട്രസിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് വാട്ട്? എ ക്യാവിറ്റി അല്ലെ? ഒരു വലിയ സ്പേസ് ആണ് യൂട്രസിന്റെ അകം. ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ബോഡി. എന്താ വിളിക്കുക? ബോഡി. അല്ലെങ്കിൽ മറ്റൊരു പേര് യൂട്രൈൻ ക്യാവിറ്റി. യൂട്രൈൻ ക്യാവിറ്റി എന്നറിയപ്പെടും. ഇതാണ് യൂട്രസിന്റെ പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുക. അതിനുശേഷം നമ്മൾ വരുന്ന അടുത്ത ആക്സസറി ഡക്റ്റ് ആണ്. യൂട്രസിന് ശേഷം താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. ദേ ഇങ്ങനെ. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ്. എന്താ മക്കളെ വിളിക്കുക? സെർവിക്സ്. സെർവിക്സിന് താഴെ കാണപ്പെടുന്ന കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഇണ ചേരണമെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീയിൽ എന്ത് വേണം? ഒരു കോപ്പുലേറ്ററി ഓർഗൻ വേണം അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? ഒരു നാരോ പാർട്ടാണ്. കുറച്ചും കൂടെ താഴേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞ ഒരു ഭാഗം കാണും. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്തുവാ? വജൈന. സോ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ഈ വജൈനയിലേക്കാണ് ലക്ഷക്കണക്കിന് സ്പേം എൻട്രി ഉണ്ടാകുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഡോം ഷേപ്ഡ് സ്ട്രക്ചറിന്റെ പേരെന്താ? ഡോം ഷേപ്ഡ് സ്ട്രക്ചറിന്റെ പേര് ഫണ്ടസ്. ഓക്കെ, യൂട്രസിന്റെ ഫസ്റ്റ് ടോപ്പ് പോർഷൻ ആണ് ഫണ്ടസ്. മിഡിൽ പോർഷനെ വിളിക്കുന്ന പേരാണ് ബോഡി. ദെൻ യൂട്രസ് ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ നേരെ ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്? വജൈനയിലേക്കാണ്. വജൈനയുടെ മുകളിൽ കാണപ്പെടുന്ന കുറച്ചും കൂടെ കട്ടിയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇത് സെർവിക്സ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ മക്കളെ? പഠിച്ചു വെച്ചേക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് യൂട്രസിന്റെ ഉൾവശം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു യൂട്രസിന്റെ ഉൾവശം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എന്താ കാണുന്നതെന്ന് അറിയാമോ? ദേ
നമ്മുടെ യൂട്രസ് ആണെങ്കിൽ ഈ യൂട്രസിന് നിർമ്മിച്ചിരിക്കുന്നത്, ഗർഭാശയം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും 3 ലെയേഴ്സ് കൊണ്ടാണ്. 3 പാളികളാണ് ഇതിനെ സഹായിക്കുക. 3 പാളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂട്രസിന്റെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഒരു ലെയർ ഉണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. യൂട്രസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് ലെയറിന്റെ പേരാണ് പെരിമെട്രിയം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുവേ. ഓക്കെ, പെരിമെട്രിയം. ഇപ്പൊ പെരിമെട്രിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ, ഏറ്റവും എക്സ്റ്റേണൽ പാർട്ടാണ്. ഇനി നമ്മുടെ യൂട്രസിന്റെ ഉൾവശം കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ച മറ്റൊരു ലെയർ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ ലെയർ, മിഡിൽ ലെയർ. ആ മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം. എന്താ വിളിക്കുക? മയോമെട്രിയം എന്നാണ് വിളിക്കുക. സെറ്റ്. ഇനിയാണ് അടുത്ത ഏറ്റവും തിന്നായിട്ടുള്ള ലെയർ. വളരെ നേർത്ത ഒരു പാളി കാണും. ഓക്കെ, ഏറ്റവും ഉള്ളിലായിട്ടൊരു മറ്റൊരു പാളി കാണും. ഓക്കെ, കളർ മാറ്റണോ? കളർ മാറ്റാം. ഇതേ നോക്കി, ഈ ലെയർ, ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു പാളി. ഈ മൂന്നാമത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം. ഈ 3 ലെയറും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ, എക്സാമിന് ചോദിക്കും. So which are the 3 layers which can be seen in the uterus? The external layer is called the perimetrium for the protection. Then myometrium, middle layer. എന്തിനാണ് മയോമെട്രിയം? നമുക്കറിയാം, നമ്മളെപ്പോലുള്ളവരെല്ലാം 9 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിൽ വരും അല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലേക്കാണ് വരിക. അപ്പം ചുമ്മാതാണോ വരിക? അമ്മ അതിസഹനമായ എന്ത് ചെയ്യണം? വേദന സഹിക്കണം അല്ലേ? അതിസഹനമായ വേദന സഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല. എന്താണ്, നമ്മൾ ആ സ്റ്റേജിൽ എത്തുമ്പോഴേ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ഡെലിവറിങ് ഓഫ് ദ ബേബി, ഒരു കുട്ടി പുറത്തേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില പ്രത്യേക കൺട്രോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അമ്മയുടെ ശരീരത്തിൽ ആ ടൈമിൽ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ ഉണ്ടാകും. ഹോർമോൺ പ്രൊഡക്ഷൻ കേട്ടോ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, നിങ്ങൾ പഠിക്കും, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നല്ല രീതിയിൽ അമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അമ്മയുടെ ഹൈപ്പോതലാമസ് ആണ് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുക. ഈ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ ഈ മയോമെട്രിയം, ഈ നടുക്കത്തെ ലെയർ ആയിട്ടുള്ള മയോമെട്രിയത്തിൽ ചെന്ന് ആക്ട് ചെയ്യും. ആ സമയത്ത് ഈ മയോമെട്രിയം, ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് മേഡ് അപ്പ് ബൈ വാട്ട്? സ്മൂത്ത് മസിൽ. നല്ല രീതിയിൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും, നല്ല രീതിയിൽ സങ്കോചിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ബൈ ദ ആക്ഷൻ ഓഫ് ഓക്സിറ്റോസിൻ വിച്ച് സ്റ്റിമുലേറ്റ് ദ മയോമെട്രിയം, അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ സ്റ്റിമുലേഷന്റെ ഫലമായിട്ട് ശക്തമായി ഒരു മൈൽഡ് കോൺട്രാക്ഷൻ തുടങ്ങി ഒരു വൈൽഡ് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. ആദ്യം ചെറിയ തരത്തിലുള്ള കോൺട്രാക്ഷൻ സംഭവിക്കും, പിന്നീട് എന്താണ്? അതൊരു ഭീമാകാരമായിട്ടുള്ള കോൺട്രാക്ഷനായി മാറും. അങ്ങനെയാണ് കുട്ടി എന്ത് ചെയ്യുക? ആ ഒരു കോൺട്രാക്ഷന്റെ ഫലമായിട്ടാണ് കുട്ടി പുറത്തേക്ക് വരിക. അപ്പം ബേബിയുടെ ഡെലിവറിക്ക് സഹായിക്കുന്ന ലെയർ ആണ് ഇത്. ഇത്ര ഇപ്പം പഠിച്ചാൽ മതി, മയോമെട്രിയം എന്ന് അറിയപ്പെടുക. സെറ്റാണേ. അടുത്തത് മൂന്നാമത്തെ ലെയർ, അതിന്റെ പേരാണ് മക്കളെ എൻഡോമെട്രിയം. ദിസ് ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ. ഇതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ പറയുന്ന എൻഡോമെട്രിയം നിർമ്മിച്ചിരിക്കുന്നത് ചില ഫോളിക്കിൾ സെൽസ് കൊണ്ടാണ്. ചില ഫോളിക്കിൾ സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ നേർത്ത ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ട്, രക്തലോമികകൾ. ഓക്കെ, ഇവ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുക? എൻഡോമെട്രി എന്ന് പറയുന്ന ലെയർ നിർമ്മിച്ചിരിക്കുക. എന്താണ് എൻഡോമെട്രിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയുടെ മെനസ്ട്രൽ സൈക്കിളിൽ നിർണായക പങ്കുവഹിക്കുന്ന ലെയർ ആണ് ഇതെന്ന് അറിയപ്പെടുന്നത് എൻഡോമെട്രിയം എന്നറിയപ്പെടുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുന്നു. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരിക എന്ന് പറഞ്ഞാൽ സ്പേം എൻട്രി ഉണ്ടാകുന്നില്ല. സ്പേം എൻട്രി ഉണ്ടാകാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ എൻഡോമെട്രിയം ചെറിയ രീതിയിൽ ബ്രേക്ക് ആകും. ഇന്നർ ലെയർ എൻഡോമെട്രിയം ബ്രേക്ക് ആയിട്ട്, ആ ബ്രേക്ക് ആകുന്നതിന്റെ ഫലമായിട്ട് ഈ ബ്ലഡ് ക്യാപ്പിലറീസ് പൊട്ടും. ബ്ലഡ് ക്യാപ്പിലറീസ് പൊട്ടുമ്പോൾ എന്തുണ്ടാകും? സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ബ്ലീഡിങ് ഉണ്ടാകും. ആ ബ്ലീഡിങ് വജൈന വഴി എന്ത് ചെയ്യും? പുറത്തു പോകും. ഈ സൈക്കിളാണ് എന്ന് വിളിക്കുക മെനസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു അല്ലെ, 28 ദിവസത്തിൽ ഒരിക്കൽ സ്ത്രീ എന്തിനെ റിലീസ് ചെയ്യും? ഓവത്തെ റിലീസ് ചെയ്യും. ഓവത്തെ റിലീസ് ചെയ്തുമ്പോ എന്താ സംഭവിക്കുക? സ്പേമിന് വേണ്ടി ആ സ്ത്രീയുടെ ശരീരം എന്താണ്? എല്ലാ രീതിയിലും ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് സ്പേം എൻട്രി ഉണ്ടായില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ല, അല്ലെങ്കിൽ ആംബ്യൂളയിൽ വെച്ചിട്ട് എന്ത് ചെയ്തില്ല? സ്പേം ഓവം കൂടെ ഫ്യൂസ് ചെയ്തില്ല എങ്കിൽ എന്ത് നടക്കുന്നുണ്ട്? ബ്ലീഡിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എൻഡോമെട്രിയം ബ്രേക്ക് ആകുന്നു. ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് occur, എൻഡോമെട്രിയം വിൽ ബ്രേക്ക് ആൻഡ് സഡൻ സ്റ്റാർട്ട്. എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെനസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ മറക്കരുത്, എൻഡോമെട്രിയത്തിന്റെ ഫംഗ്ഷൻ
മെനസ്ട്രൽ സൈക്കിളിൽ നിർണായക പങ്കുവഹിക്കുന്നു. സെറ്റ് അല്ലയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ യൂട്രസിനെ കുറിച്ച് ഏകദേശ ധാരണയായി. ഇനി ഞാൻ പറയുന്നത് ഈ ഭാഗം എന്താ വിളിക്കുന്നത്? ഈ ഭാഗം യൂട്രസിന് താഴെയുള്ള ഭാഗം സെർവിക്സ് റീജിയൻ. മക്കളെ, ഈ സെർവിക്സിന്റെ അകത്ത് ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, സെർവിക്സിനകത്ത് ഒരു ഹോളോ പോർഷൻ ഉണ്ട്, പൊള്ളയായ ഒരു ഭാഗമുണ്ട്. സെർവിക്സിനകത്ത് കാണപ്പെടുന്ന പൊള്ളയായ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്തുവാ? സെർവിക്കൽ കനാൽ. എന്താ മക്കളെ വിളിക്കുക? സെർവിക്കൽ കനാൽ എന്നാണ് വിളിക്കുക കേട്ടോ. സെർവിക്കൽ കനാൽ. അപ്പൊ സെർവിക്സിനകത്തുള്ള സ്പേസ് ആണ് സെർവിക്കൽ കനാൽ. ദേ, ഇതാണ് നമ്മുടെ സെർവിക്കൽ കനാൽ. സെർവിക്സിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗം ഏതാ? ഇതിന്റെ പേരെന്താ വിളിച്ചേ? വജൈന അല്ലേ? വജൈന. ഇവിടെ ചില ഗ്ലാൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വജൈനൽ ഫ്ലൂയിഡ് സ്ത്രീ എന്ത് ചെയ്യാറുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സ്ത്രീക്ക് സെക്ഷൽ എക്സൈറ്റേഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ വജൈനയുടെ ഇരുവശവുമുള്ള ചില ഗ്ലാൻഡുകൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അത് സെക്സിന് സഹായിക്കുന്ന തരത്തിലുള്ള ലൂബ്രിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറഞ്ഞേ? സെർവിക്സ്, അതുപോലെ തന്നെ സെർവിക്സിനകത്ത് കാണപ്പെടുന്ന സ്പേസ് സെർവിക്കൽ കനാൽ, തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് വജൈന. ഇനി ഒരു ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതല്ലയോ വജൈന? ആണ്. ഇതിനകത്ത് കാണപ്പെടുന്ന കനാലിന്റെ പേരെന്തുവാ? സെർവിക്കൽ കനാൽ. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിച്ചേർത്ത്, ആരെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത്? വജൈന പോർഷനെയും സെർവിക്കൽ കനാലിനെയും കൂട്ടിച്ചേർത്ത് നമുക്കൊരു പേര് വിളിക്കാം. അതിൻ്റെ പേരാണ് എന്ത് കനാൽ? ബെർത്ത് കനാൽ. ഓക്കെ, ആ ബെർത്ത് കനാലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രൗണിങ് എന്ന് പറയുന്ന സ്റ്റേജിലൂടെ കുട്ടിയെ ഡോക്ടേഴ്സ് പുറത്തേക്ക് എടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്ക, എന്താണ് ബെർത്ത് കനാൽ? ഏതൊക്കെ കൂടിച്ചേരുന്നതാ? യെസ്, സെർവിക്കൽ കനാൽ എലങ് വിത്ത് വജൈന കോൺസ്റ്റിറ്റ്യൂട്ട് ബെർത്ത് കനാൽ. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ആക്സസറി ഡക്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ പാർട്സാ ഒന്ന് എൻ്റെ കൂടെ റിവൈസ് ചെയ്തേ. ആദ്യം നമ്മൾ പഠിച്ചത് പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഓവറി. ഓവറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓവേറിയൻ ഹോർമോൺസിനെ റിലീസ് ചെയ്യുക. വിച്ച് ആർ ദ ഓവേറിയൻ ഹോർമോൺ? ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ അല്ലെ? ഈസ്ട്രോജൻ എന്ന് പറയുന്നത് സ്ത്രീയുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു. സ്ത്രീയുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ ബ്രസ്റ്റ് ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ട്, പിബിക് ഏരിയ ഗുഹ്യഭാഗത്തിലുള്ള രോമ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്, ഹിപ്പ് റീജിയൻ അല്ലെ, ഹിപ്പ് റീജിയൻ ബ്രോഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ദെൻ പ്രൊജസ്ട്രോൺ, അതിന്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? പ്രഗ്നൻസി ഹോർമോൺ അല്ലെ? പ്രഗ്നൻസിക്ക് കാരണമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മെയിൻ്റനൻസും കൊണ്ടുവരുന്നത് അതാണ്. രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ടത് ഏതാണ് മക്കളെ? ആക്സസറി ഡക്റ്റ് ആണ്. ഏതൊക്കെയായിരുന്നു ആക്സസറി ഡക്റ്റ്? യെസ്, ആദ്യം നമ്മൾ പഠിച്ചത് ഓവി ഡക്റ്റ്, അല്ലെങ്കിൽ മറ്റൊരു പേര് യൂട്രെയിൻ ട്യൂബ്, അല്ലെങ്കിൽ മറ്റൊരു പേര് എന്താ? ഫലോപ്പിയൻ ട്യൂബ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം മറക്കരുത്. ഓവി ഡക്റ്റിൽ എവിടെ വെച്ചിട്ടാ? ആംപ്യൂളയിൽ വെച്ചിട്ട്. ഒരു ഓവി ഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണപ്പെടുന്ന ഫണലാകൃതിയുള്ള ഷേപ്പ്, അതിനെ വിളിക്കുന്ന പേര് ഇൻഫണ്ടിബുലം. ആ ഇൻഫണ്ടിബുലത്തിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിംബ്രിയെ അല്ലെ? അതാണ് എന്ത് ചെയ്യുന്നത്? ഓവറിൽ നിന്ന് വരുന്ന ഓവത്തെ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം കടന്നു വന്ന് നമ്മുടെ ഈ കൈയെടുത്ത് പഠിച്ചാൽ മതി. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുക? ഇൻഫണ്ടിബുലത്തിലൂടെ ആര് മൂവ് ചെയ്യും? ഓവം മൂവ് ചെയ്യും. അപ്പം നമുക്കൊരു സൊള്ളൻ ഏരിയ വരും അല്ലയോ? ഈ സൊള്ളൻ ഏരിയ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്യൂള. ഓക്കെ, ആംപ്യൂളയ്ക്ക് ശേഷം കാണപ്പെടുന്നത് എന്താ? നാരോ റീജിയൻ. എനിക്ക് പിന്നെ മസിൽ ഇല്ലാത്തത് കൊണ്ട് നാരോ റീജിയൻ തന്നെ പറയാം. ഓക്കെ, അപ്പം ഈ നാരോ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഇസ്തമസ്. അപ്പം എത്ര പാർട്സ് ഉണ്ട്? മെയിൻലി 3 parts. ദ ഓവിഡക്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഓർ വിച്ച് കൺസിസ്റ്റ് ഓഫ് എത്ര പാർട്സ്? 3 parts. Which are they? The first one is infundibulum, second part is called ampulla, and the final region, this is the last part of the oviduct. അതിനെ വിളിക്കുന്ന പേരാണ് ഇസ്തമസ്. അതിനുശേഷം നമ്മൾ യൂട്രസിനെ പരിചയപ്പെട്ടു. യൂട്രസിന്റെ ടോപ്പ് പോർഷനെ വിളിക്കുന്ന പേര് ഫണ്ടസ് റീജിയൻ. ദ മിഡിൽ പോർഷൻ ഈസ് കോൾഡ് വാട്ട്? യൂട്രൈൻ ക്യാവിറ്റി ഓർ ബോഡി. And the uterus is made up by 3 layers: perimetrium, myometrium and endometrium. Endometrium has a significant role in menstrual cycle. Myometrium responsible for what? Yes, the contraction of delivering the baby, right? And the perimetrium which act as an external covering for the protection, right? Okay, then yes, the uterus which is directly open into the vagina before we have a place. And the പേരാണ് എന്ത്? cervix. The cervix consists of a canal, cervical canal, and cervical canal plus vagina. അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ബെർത്ത് കനാൽ. സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് റിവൈസ് ചെയ്യാം. സി,
Ovaries are the primary female sex organs, you know that, and the oviduct, which is otherwise called fallopian tube, ഏതൊക്കെ parts ആ? യൂട്രസ്, വജൈന, അല്ലേ? ഇത്രയും കൂടി ചേരുന്നതാണ് ആക്സസറി ഡക്ട് എന്നറിയപ്പെടുക. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഇൻഫണ്ടിബുലം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻഫണ്ടിബുലത്തിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ, ദെൻ ആംബ്യൂള ആൻഡ് ഇസ്തമസ്. ഓക്കെ, ദെൻ യൂട്രസിന്റെ മറ്റൊരു പേര് ഓർത്ത് വെച്ചേക്കണം, വൂംബ് എന്നാണ് അറിയപ്പെടുക കേട്ടോ, വൂംബ്. ദെൻ അതിന്റെ ഷേപ്പ് ഇൻവേർട്ടഡ് പിയർ ഷേപ്പ് പഠിപ്പിച്ചതാണ്. യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന എവിടേക്കാ? വജൈനയിലേക്ക്. അറിയാം നിങ്ങൾക്ക്. സെർവിക്കൽ കനാൽ പഠിപ്പിച്ചു, ബെർത്ത് കനാൽ എന്താന്ന് പഠിപ്പിച്ചു. ദെൻ ലെയേഴ്സ് ഓഫ് യൂട്രസ്, പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഫംഗ്ഷൻ നോട്ട് ചെയ്യുക, മെനസ്ട്രൽ സൈക്കിൾ. ദെൻ മയോമെട്രിയം, യെസ്, ആരെയാണ്? ബേബിയെ ഡെലിവറി ചെയ്യാനായിട്ട് സഹായിക്കുന്നു. വായിൽ ബോഡി എന്നൊക്കെയാണ് വരുന്നത്, എന്ത് ചെയ്യാൻ? ഓക്കെ മക്കളെ, അപ്പം ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രൈമറി സെക്സ് ഓർഗനും സെക്കൻഡറി സെക്സ് ഓർഗനും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? എക്സ്റ്റേണൽ ജെനിറ്റാലിയെ കുറിച്ചിട്ടാണ്. ആ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിശദമായി പഠിക്കണം. എന്നാൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുമോ? ഓക്കെ, നമുക്ക് 2 ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നിങ്ങൾ ആൻസർ ചെയ്യണേ, നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യണം കേട്ടോ. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻ, നമ്മൾ എന്ത് പഠിച്ചാലും ആ ടോപ്പിക്കുമായിട്ട് പരമാവധി വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. ഞങ്ങളൊപ്പം ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഹാർഡ് വർക്ക് കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ഡസ് ദി ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്? Where does the fertilization takes place? എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, give the significance of endometrium. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which is the first part of oviduct. 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട്, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയാവോ? സിമ്പിൾ ആണല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം ഏതാണ്? കണ്ണും പൂട്ടി എഴുതുക. ഉത്തരം ഏതാ? ആംപ്യുള. യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, എൻഡോമെട്രിയത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തിനാ എൻഡോമെട്രിയം? പറഞ്ഞു അല്ലേ? മെനസ്ട്രൽ സൈക്കിളിന് പ്രധാന പങ്ക് വഹിക്കുന്ന ലെയറാണ് ഏത്? എൻഡോമെട്രിയം. എഴുതി കൊടുക്കാമല്ലോ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എൻഡോമെട്രിയം ലെയർ പൊട്ടുന്നു, ബ്ലീഡിങ് നടക്കുന്നു. നെക്സ്റ്റ് അടുത്തത്, വിച്ച് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്ട്? ഓവിഡക്റ്റിന്റെ ആദ്യത്തെ ഭാഗം ഏതാണെന്നാ ചോദ്യം. ലാസ്റ്റ് പാർട്ട് ഏതായിരുന്നു? മിഡിൽ പാർട്ട് ഏതായിരുന്നു? ഫസ്റ്റ് പാർട്ട് ഏതാ? മിക്ക പിള്ളേരെ ഫിംബ്രിയെ എന്ന് എഴുതി വെക്കും. അല്ല, തെറ്റാണ്. ഫിംബ്രിയെ എന്ന് പറയുന്നത് ഭാഗം തന്നെയാണ്, പക്ഷെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറയുമ്പോൾ പറയേണ്ട ഏതാ? ഇൻഫണ്ടിബുലം. അതിന്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് ഇത് ഫിംബ്രിയെ. അപ്പൊ ഏതാ ഫസ്റ്റ് പാർട്ട്? മറക്കരുത്, ഇൻഫണ്ടിബുലം. സെക്കൻഡ് പാർട്ട് ഏതാ? ആംബ്യൂള. ലാസ്റ്റ് പാർട്ട് ഏതാണ്? ഇസ്തമസ്. സെറ്റാണേ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഓക്കെ, പ്രധാനപ്പെട്ട ഏരിയ ആണ്, അതുകൊണ്ട് പഠിച്ചിട്ട് തന്നെ പോകാവുള്ളൂ. ഷുവർ ക്വസ്റ്റ്യൻ മേഖലയാണ്. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.